ശ്രീ PC ജോർജ്, വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. വീഴ്ചകൾ, ബോർഡിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഹൈക്കോടതി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ, ഇപ്പോൾ നിലവിൽ പദവിയിലിരിക്കുന്നവർ ഒരു നിമിഷം പോലും ആ ഒരു പദവിയിലിരിക്കാൻ യോഗ്യരല്ല എന്ന് തന്നെയല്ലേ? ദൈവത്തിന് സ്തോത്രം എന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഹൈക്കോടതിയോട് ഇനി എവിടെ പോയേനെ നമ്മൾ. ആ ശബരിമല ശാസ്താവിനെ എനിക്ക് അവിടെ ഒന്ന് പോയി പരിശോധിച്ചാലും തന്നെ ശാസ്താവിനെ മാറ്റിവെച്ചൊന്നും എനിക്ക് പേടിയുണ്ട്. ഇതുപോലൊരു കൊള്ളസംഘം ഉണ്ടാകാനുണ്ടോ? ഇത് ഇപ്പോഴത്തെ ബോർഡല്ല, ഇതിന് മുമ്പത്തെ ബോർഡ്. ഈ ബോർഡ് ആദ്യകാലം മുതൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സമഗ്രമായ ഒരു അന്വേഷണ വിധേയമാക്കണമെന്ന് എന്റെ അഭിപ്രായം. ഇന്നിപ്പോ എരുമേലിയില് ആയിരക്കണക്കിന് BJP പ്രവർത്തകർ അനുഷ്ഠിക്കാൻ പോവാ. അത് സമരത്തിന് പോകാൻ തുറന്നു ഞാൻ. ഈ ശബരിമല പ്രശ്നമാണ്. ഒന്നാലോചിക്കുക, എന്തൊരു മര്യാദകേടാണെന്ന്. ശബരിമല പോലെ ഇത്രയും പരിപാലനമായ സ്ഥലത്ത് പോലും കയറി മടിയില്ലാത്ത ഈ സഖാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ ഇത് കൂടുതൽ നടക്കും. അവിടെ ശബരിമലയിലോട്ട് ആ പെണ്ണുങ്ങളെ കയറ്റാൻ വിട്ടതല്ലേ പിണറായി. ആ പെണ്ണുങ്ങളെ കയറ്റാൻ വിട്ടിട്ട് ആദ്യം തടഞ്ഞ ആളാണ് ഞാൻ. ആയിരക്കണക്കിന് അയ്യപ്പന്മാരും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരും കൂടി സംഭവമാണ്. ഞാൻ അന്നാണ് നമ്മുടെ സുരേന്ദ്രൻ ഞാൻ ആദ്യം കാണുന്നത്. ഞാൻ സമരം കൈമാറിക്കൂടെ സുരേന്ദ്രൻ്റെ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ശബരിമല വിശ്വാസികളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ തന്നെ ഈ അടുത്ത കാല അയ്യപ്പ സംഗമം നടത്താൻ നിൽക്കുക. അതിന് കൂടി നിൽക്കാൻ ആളുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ അയ്യപ്പ സംഗമം പൊളിഞ്ഞു, അത് വേറെ കാര്യം. പഴയ നിയമയിൽ 4000 പേർക്ക് ചോറുണ്ടാക്കിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ 600 പേരാണ് ഉണ്ടത്. ആ 600 400 പേരും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരാ. ബാക്കി 200 സഹായകന്മാർ. ബാക്കി 3400 പേരുടെ ഭക്ഷണവും നശിപ്പിച്ചു കളഞ്ഞു. അത് പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയ പിണറായി സമ്മതിച്ചില്ല, നശിപ്പിക്കാൻ പറ്റും. കാരണം പുറത്തറിയില്ല. നമ്മുടെ നാടിൻ്റെ ഒരു ഗതിയാണ് ഞാൻ ആലോചിച്ച്. അയ്യപ്പ സംഗമത്തിന് 20 ലക്ഷം രൂപയുടെ പന്തലായിട്ട് ഒന്ന് ആലോചിച്ച്, ജർമ്മൻ പന്തല്. ഇതൊക്കെ കേരള സർക്കാരിന്റെ, അതായത് എന്താ പറഞ്ഞു, ഒരു പൈസ പോലും നമ്മുടെ ശബരിമല ദേവസ്വത്തിന്റെ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ വിവരാവകാശ നടത്തുന്നപ്പോഴോ 3 കോടി രൂപ നമ്മുടെ ശബരിമല ദേവസ്വത്തിൽ നിന്ന് എടുത്തിരിക്കുക. ബാക്കി 4 കോടി രൂപ കേരള സർക്കാരിന്. ഇവിടെ 7 ലക്ഷം കോടി രൂപ കടമായിട്ട് പട്ടിണി കിടക്കുന്ന നിലയിലേക്ക് കേരളം നീങ്ങുമ്പോഴാണ് ഒരാവശ്യമില്ലാതെ പിണറായി അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ പോയി അയ്യപ്പ സംഗമം നടത്തുന്നത്. ആളുകൾ ബോയ്ക്കോട്ട് ചെയ്തില്ലേ? ഇത് ഭരണാധികാരി അറിയേണ്ട ഒരു കാര്യമാണ്. ഇവരൊക്കെ എന്ത് വൃത്തികൾ കാണിച്ചാലും ജനം ശ്രമിക്കും, മിണ്ടുകയല്ല, പക്ഷേ സഹകരിക്കില്ല. അതാണല്ലോ അയ്യപ്പ സംഗമം ദയനീയ പരാജയമായി പോയിട്ടേ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അപകടമാണ്. അയ്യപ്പൻ ഇറങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട്, അയ്യപ്പന്റെ പ്രാക്ക് മേടിച്ചെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മനസ്സമാധാനം ഇല്ലാത്തത്. ആ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ അയ്യപ്പൻ സംഗമത്തിലേക്ക് ഉണ്ടാകാൻ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ ഈ പിണറായി വിജയൻ ശ്രമിച്ചു. എന്ത് പറ്റി? അതിനുശേഷം ഈ നിമിഷം വരെ രോഗത്തിന് മോചനം കിട്ടിയിട്ടുണ്ടോ? അമേരിക്കയും റഷ്യയും ഒക്കെ ഉള്ളത് കൊണ്ട് ചികിത്സയായിട്ട് നടക്കാൻ കാനഡയുള്ളതുകൊണ്ട് പിണറായി കേരള സർക്കാരിന് ചിലവല്ലേ? പോയേക്കില്ലേ അമേരിക്കയ്ക്കും കാനഡയ്ക്കും ചികിത്സിക്കാൻ? ചികിത്സിച്ചാലോ ഒരു മാസം വീണ്ടും പോകണം. ഈ പിണറായി വിജയനൊക്കെ കിട്ടുന്ന ശിക്ഷ എത്ര വരികയെന്ന് ആലോചിച്ച് ഞാൻ മറ്റു വിശാന്തിയെ കിടക്കില്ല. ഏതായാലും അയ്യപ്പനെ അപമാനിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുന്നു, ആ ശിക്ഷ നമുക്ക് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവസരം ഉണ്ടാവും. പിണറായി വിജയൻ ഉൾപ്പെടെ ജയിലിൽ പോകുന്നത് കാണാനുള്ള അവസരം കേരളത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.